അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് അതിമഹത്തായ ഒരു അറിവ് പറയാനാണ്. നമ്മൾ മനസ്സിൽ വിചാരിച്ച ഏത് കാര്യവും നടന്നു കിട്ടാൻ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ, അത് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ മനുഷ്യരാകുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളുള്ള ആളുകളാണല്ലോ. ഒരാഗ്രഹം തീരുമ്പോൾ അടുത്ത ആഗ്രഹം, അല്ലെങ്കിൽ ഒരുപാട് ഒന്നിൽ കൂടുതൽ ആഗ്രഹം, അങ്ങനെയുള്ള മനസ്സിൽ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് നടന്നു കിട്ടാൻ സുബഹിക്ക് ശേഷം ഈ ദിക്റുകളെ ചൊല്ലി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ആ ആഗ്രഹം നടന്നു എന്നാണ്, പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ടതേ ഇല്ല. ആ ആഗ്രഹം നടന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. അങ്ങനെ വേണം ഈ ദിക്റിനെ ചൊല്ലാൻ. കാരണം ഉടനടി ഉത്തരമാണ്. ഇൻഷാ അല്ലാഹ് അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുബഹിക്ക് ശേഷം എപ്പോഴാണ് എത്ര വട്ടമാണ് ചൊല്ലേണ്ടത്? സുബഹി നിസ്കാര ശേഷം 303 വട്ടം ചൊല്ലി ഏത് ആഗ്രഹവും മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് 303 വട്ടം ചൊല്ലി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അത് നടന്നിരിക്കും. ദിക്റുകൾ ഏതാണ്? യാ അല്ലാഹു യാ വഹാബു യാ ഖുദ്ദൂസ്. വളരെ എളുപ്പമല്ലേ ചൊല്ലാൻ വേണ്ടിയിട്ട്? യാ അല്ലാഹു യാ വഹാബു യാ ഖുദ്ദൂസ്. ഈ 3 ദിക്റുകളെയും, അതായത് അള്ളാഹുവിന്റെ നാമം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ 2 ദിക്റുകളെയും കൂടി ചൊല്ലി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അത് നടക്കുക തന്നെ ചെയ്യും. അതിന് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക. ഇതുവരെ പറഞ്ഞവർക്കെല്ലാം ഇൻഷാ അല്ലാഹ് എന്റെ ദുആയിൽ അവരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദുആ ചെയ്യുന്നുമുണ്ട്. ഇനിയുള്ളവർക്കും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുവാൻ അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ കമന്റുകൾ കാണുന്നവരാണെങ്കിൽ ഈ ദുആ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുക, അത് മറന്നു പോവാതിരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുക. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകളും ചാനലിലുണ്ട്, അത് എപ്പോഴും പറയുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കയറി കാണുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന് തമ്മിൽ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നിങ്ങളെല്ലാം എന്റെ പ്രേക്ഷകർ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇത് പിന്നെ എല്ലായ്പ്പോഴും ഇങ്ങനെയാണല്ലോ എന്ന് കരുതുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാല് പുതിയ ഒരാൾ നമ്മുടെ ചാനലിലോട്ട് വരുമ്പോൾ അവർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് ചാനലിൽ കയറി കാണുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചാനൽ കയറി കാണുക. ഈ വക വീഡിയോസ് അതിലുണ്ട്. തീർച്ചയായിട്ടും ഇൽമിനെ കുറിച്ച് പഠിക്കണം, ദിക്റിനെ കുറിച്ച് അറിയണം. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വലാത്തും ദിക്റുകളും നിസ്കാരങ്ങളും ഒക്കെ കൊണ്ടുവരണം. അറിയാത്ത കാര്യങ്ങളും കൂടിയാണ് പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇത് ചൊല്ലുവാനും അതുവഴി നമ്മുടെ ആഗ്രഹം നടക്കുവാനും, അതുപോലെ നിസ്കരിക്കുവാനും നോമ്പെടുക്കുവാനും, നോമ്പൊക്കെ വരാറായി, നമ്മുടെ ദുആ സ്വീകരിക്കുന്നതിനും ദിക്റുകൾ സ്വീകരിക്കുന്നതിനും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അതിനൊരു ആഗ്രഹം അല്ലാഹു തരുമാറാകട്ടെ. പടച്ചവന് വെൽമ ചെയ്യുവാനും പടച്ചവന് ശുക്ർ ചെയ്യുവാനും ഒക്കെയുള്ള മനസ്സിൽ എപ്പോഴും ആ ചിന്ത നിറയുവാനും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുവാൻ വേണ്ടി പറഞ്ഞിരുന്നു. എത്ര പേരാണ് ചൊല്ലുന്നതെന്ന് അറിയില്ല. ഇഖ്ലാസോടുകൂടി തഖ്വയോടുകൂടി ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു നിങ്ങളുടെ ആ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കരുത്. നിങ്ങളെ ഒരു അസുഖം കൊണ്ടോ, അല്ലെങ്കിൽ വേറെ കടങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കൊണ്ടോ, പ്രയാസം കൊണ്ടോ വിഷമിക്കുന്ന നേരങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളുടെ പരിഹാരം, അതായത് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കുക. ആദ്യം നമ്മളിൽ തന്നെ അള്ളാഹു പരിഹാരം നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണ്? നിസ്കാരവും നോമ്പും ദിക്റുകളും സ്വലാത്തുകളും, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ പോലെ സൗഭാഗ്യപരമായിട്ടുള്ള വേറൊരു കാര്യം തന്നെ ഇല്ല. തീർച്ചയായിട്ടും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിലൂടെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ എളുപ്പമാക്കി തരികയാണ് അള്ളാഹു. അത്രയ്ക്ക് എളുപ്പമാക്കുകയും അത് ചൊല്ലണം. പക്ഷെ അത്രയ്ക്ക് തഖ്വയോടുകൂടി, അത്രയ്ക്ക് ഇഖ്ലാസോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ എന്ത് ജോലി കിടന്നാലും ഇൻഷാ അല്ലാഹ് അത് മാറ്റി വെച്ചിട്ട് ചൊല്ലുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എന്റെ ഈ വാചകങ്ങൾ വളരെയധികം ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ പറയുന്നതല്ല, അള്ളാഹു പറഞ്ഞതാണ്. പടച്ചവൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.